AKGSMയിൽ നിന്ന് ശ്രീ ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്ര, സ്വർണത്തിന്റെ വില 80,000 രൂപ കടന്നിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിലയാണ്. നിങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ ഒരു കസ്റ്റമറിന്റെ മനസ്സുള്ളത്, അതേപോലെ തന്നെയാണ് വ്യാപാരികളുടെ മനസ്സ്. ഈ വസ്തു എങ്ങനെയെങ്കിലും വിറ്റുപോകാൻ അല്ലെങ്കിൽ ഇവിടെ വിൽപ്പന നടക്കുക മാത്രമാണ് നിങ്ങളുടെയും ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന 80,000 രൂപ കടന്നിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഉണ്ടാകുക? സ്വർണത്തെ സംബന്ധിച്ചോളം ഇതിപ്പം വലിയൊരു ക്രൈസിസ് ആണ്. ഞങ്ങളെല്ലാം പകച്ചു നിൽക്കുക. കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കുന്ന ഇത് തന്നെയാണ്. എന്ത് ചെയ്യും? കച്ചവടങ്ങളില്ല. അത് ചെറു മുതൽ കോർപ്പറേറ്റുകൾ വരെ. നമ്മൾ വിചാരിക്കും കോർപ്പറേറ്റുകൾക്ക് കച്ചവടം കാണുമെന്ന്. അങ്ങനെയല്ല. ഒരു കടകളിലും കച്ചവടം നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന, നിങ്ങൾ പറഞ്ഞ പോലെ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന, ഒരു മനുഷ്യർക്ക് ഇന്ന് വരെ ലോകത്ത് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കുതിപ്പാണ് സ്വർണത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പം 10,110 രൂപ ഇന്ന് വില ആയിരിക്കുകയാണ്. പക്ഷെ ഇനിയും അനുമാനം പലരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവിടം കൊണ്ടും നിൽക്കുകയില്ല. 13,000 രൂപ വരെ ഒരു ഗ്രാമിന് സ്വർണ്ണവില കൂടുമെന്നുള്ളതാണ് നിഗമനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ കച്ചവടം ഇല്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് സ്വർണ്ണ വ്യാപാരികളെല്ലാം തന്നെ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയൊരു ഭാരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള പിള്ളേര്, മറ്റു ഈ പറഞ്ഞ 28 കെട്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നു പോകാനുണ്ട്. അതിനൊക്കെ ഇനി എങ്ങനെ സ്വർണം വാങ്ങും എന്നുള്ള വലിയൊരു അങ്കലാപ്പിലാണ് ജനങ്ങളും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും. അതുപോലെ തന്നെ ആണ് സ്വർണ്ണക്കടക്കാരും. ഈ വില കൂടി ചിലരുടെ പൊതുവെ ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നാം ഇത് വില കൂടിപ്പോകുന്നതുകൊണ്ട് കച്ചവടക്കാർക്ക് ലാഭമല്ലേ, അതുകൊണ്ട് ലാഭം വാരിക്കൂട്ടാം. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം. ഈ മാങ്ങായ്ക്ക് വില കൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് വില കൂടുമ്പോൾ തൽക്കാലം മാങ്ങ എന്നാ മേടിക്കേണ്ടെന്ന് വെക്കാം, നമുക്ക് വേറെന്തെങ്കിലോട്ട് പോകും, ആപ്പിളിലോട്ട് പോയി എന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ സ്വർണത്തെ കുറിച്ച് ആൾക്കാര് എങ്ങനെ ഇത് വാങ്ങണമെന്നുള്ള ചിന്ത വരുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പണ്ടറിയാമല്ലോ 200 പവനും 100 പവനും 50 പവനും ഒക്കെ പോയിട്ട് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ആയിരിക്കുകയാണ്. പലർക്കും സ്വർണം വേണ്ട, ക്യാഷായിട്ട് മതിയെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വ്യാപാര മാന്ദ്യം ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 70% കച്ചവടം നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. 30% കച്ചവടങ്ങളെ നടക്കുന്നുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ നമുക്കറിയാം, ഈ ഷോറൂമിലൊക്കെ തന്നെയും ആളുകൾ എത്രത്തോളം ജീവനക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയാണ് ഈ ജ്വല്ലറി നടത്തുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത്. അതെ. എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ ജ്വല്ലറി ഓണേഴ്സ് ഒക്കെ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? പലരും കച്ചവടം നിർത്തിപ്പോയതായിട്ടൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഒത്തിരി കടകൾ നിർത്തിപ്പോയി. ഇനി ഒത്തിരി എണ്ണം നിർത്തിപ്പോകാനുള്ള ചിന്തയിലാണ്. കാരണം വേറെ മാർഗങ്ങളില്ല. ഇനി സ്വർണ്ണ കച്ചവടം നിർത്തി മറ്റൊരു മേഖലയിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ അത് ഇതിലും മോശമാണ്. ആ രംഗങ്ങളെല്ലാം വളരെ തുണിക്കട, പലചരക്കട, ഇലക്ട്രിക് ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, ബേക്കറി തുടങ്ങി എവിടെ എടുത്താലും ഇതിനും വളരെ മോശമായ രംഗമാണ് അവിടെ എല്ലാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാര മാന്ദ്യത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്. അപ്പൊ അത് എങ്ങനെ ഇത് നേരിടണമെന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും എന്നാ പിന്നെ നമുക്ക് സ്വർണ്ണമെല്ലാം വിറ്റേച്ച് ബാങ്ക് ഇട്ടിട്ട് പലിശ എടുത്ത് സ്വസ്ഥമായിട്ടിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഈ പറഞ്ഞ കണക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, കടവാട കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം തുടങ്ങിയ ചെലവുകൾ ഇനി മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പലരും അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിറ്റ് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി, ഉള്ള പലിശ കൊണ്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുകയാണിപ്പോൾ. പൊതുവിലെ ഇപ്പം ആളുകൾ എത്തുമ്പോൾ ഈ ഉപഭോക്താക്കളൊക്കെ ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണോ കൂടുതൽ തെരഞ്ഞെടുക്കുന്നത് ഈ മറ്റ് ഹാരങ്ങളെയൊക്കെ അപേക്ഷിച്ച്?
തീർച്ചയായിട്ടും ഇപ്പൊ ലൈറ്റ് വെയിറ്റിലെ സെയിൽ നടക്കുന്നുള്ളൂ. വെറും ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വില കൂടിയത് കൊണ്ട് 1/2 ഗ്രാമിന്റെ മാല വരെ ഉണ്ടാക്കാൻ തുടങ്ങി. 1/2 ഗ്രാമിൽ മാല കിട്ടും, 6 വിട് നീളത്തിൽ, അതിന്റെ അറ്റത്ത് ചെറിയൊരു ലോക്കർ ഇട്ടാൽ അത് മതി എല്ലാവർക്കും. 1/2 ഗ്രാം, 1 ഗ്രാം, 2 ഗ്രാം, 1.5 ഗ്രാമിന്റെ മാലകള്, അതുപോലെ വലിയ വളകള്. അത്ഭുതം തോന്നും കണ്ടാൽ 2 ഗ്രാമിന്റെ വരെ വലിയ ആൾക്കാർക്ക് ധരിക്കുന്ന വളകൾ ഇപ്പൊ കിട്ടും. 2, 3, 4, 5, 6, 2 ഗ്രാമിൽ വരെ, 1 ഗ്രാമിന്റെ വരെ വളയുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആൾക്കാർക്ക് അത് മതി. ഈ നമ്മളെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെയും ഉണ്ടാക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കും വളരെ വെല്ലുവിളിയാണ്. കാരണം ചില കമ്മലുകളും മാലയൊക്കെ ഭയങ്കര എക്സ്പേർട്ടായ വ്യക്തികളൊക്കെ തന്നെ അവർ ഈ ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തന്നെ ഈ മാനുഫാക്ചറിംഗിലേക്കൊക്കെ മാറുമ്പോൾ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവൊക്കെ തന്നെയും അവിടെ നശിക്കുകയാണ്. അങ്ങനെയും ഒരു പ്രതിസന്ധി ഉണ്ട് ഈ ഒരു മേഖല. ഉണ്ട്. വ്യാപാര മേഖല എന്ന് പറയുമ്പോൾ ഇത് സ്വർണ്ണ പണിക്കാരിൽ നിന്ന് തുടങ്ങി, ഹോൾസെയിലറിൽ നിന്ന് തുടങ്ങി, സെയിൽ ചെയ്യുന്ന കടക്കാർ, ഇതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പൊ ഇതിന് കച്ചവടത്തെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാരെയും അതിരൂക്ഷമായി ബാധിക്കും. അവരൊക്കെ നിത്യവൃത്തി കഴിക്കാൻ പാടായിട്ട് അവരൊക്കെ മറ്റുള്ള രംഗങ്ങളിലേക്ക് പോവാ. ഇപ്പൊ ഞങ്ങളുടെ സ്വർണ്ണക്കടയുടെ പേരിൽ സ്വർണം പണിതുകൊണ്ടിരുന്നവരൊക്കെ പെയിന്റിങ്ങിനും ലോഡിങ്ങിനും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു. അതെ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരെ നന്ദിയുണ്ട് ശ്രീ ജസ്റ്റിൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.